സാർ വെൽക്കം ടു ബി ഡിലക്സ്. സാറിന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ സാറിനെ കുറിച്ച്? എൻ്റെ പേര് സാബു എന്നാണ്. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, തൃക്കൂരാണ്. ഇപ്പം മരത്താക്കരയാണ് സ്ഥലം അല്ലേ. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള ഒരു 3.5-4 കിലോമീറ്റർ അകലെയാണ് വീട്. ഞാൻ ബിസിനസ് ചെയ്യാണ്, ഗോൾഡിൻ്റെ ബിസിനസ്സാണ്. ജ്വല്ലറി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഓക്കെ സാർ. സാർ ഇങ്ങനെ ബി ഡിലക്സിനെ കുറിച്ച് അറിഞ്ഞതും ഇവിടേക്ക് ഇങ്ങനെ എത്തിപ്പെട്ടു എന്ന് പറയാമോ? നമ്മുടെ നാട് തന്നെയാണുള്ളത്. ഇവിടെ നമ്മളിതിലെ ഈ പോകുന്ന സമയത്ത് വളരെ നല്ല വണ്ടികൾ ഇവിടെ കിടക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പിന്നെ പലവട്ടം നമ്മളിവിടെ വണ്ടികളെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്, കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ കസ്റ്റമർ സപ്പോർട്ടിനെ കുറിച്ച് ഒന്ന് പറയാമോ? ചാൾസിനെ നമ്മൾ മുൻപ് വന്നിട്ട് പരിചയമുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു ചെറിയ വണ്ടി വേണം. അപ്പൊ അതൊരു X1 അതല്ലെങ്കിൽ X3 അത് മോഡലുള്ള വണ്ടിയാണ്. പിന്നെ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നത്, മനസ്സിൽ താല്പര്യം ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ് XC40 വോൾവോയുടെ വണ്ടി. പക്ഷെ അത് ഞാൻ എറണാകുളത്തും അതുപോലെ പല സ്ഥലങ്ങളിലും പോയി അന്വേഷിച്ചിട്ടും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൃശ്ശൂർ വെച്ചിട്ട് ഇവരുടെ ഒരു എക്സിബിഷന് കണ്ടു. ഒരു ജ്വല്ലറി ആളുകളുടെ ഒരു മീറ്റിങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിൽ പവലിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ട വഴിക്ക് തന്നെ ഒരു തവണ വന്ന് പരിചയമുള്ള ചാൾസ് എൻ്റെ അടുത്തേക്ക് വേഗം വന്ന് സംസാരിച്ചു. അവ ഈ വണ്ടി കണ്ടു. ഞങ്ങളപ്പോൾ തന്നെ അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം വണ്ടി എൻ്റെ വീട്ടിൽ കൊണ്ടുവരാനും അതുപോലെ അത് ഓടിച്ചു നോക്കാനും പിന്നെ അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാനും നമ്മൾ നിരന്തരമായിട്ടൊരു സമ്പർക്കം ഇവരുണ്ടായി. അതല്ലെങ്കിൽ വേറെ വണ്ടിയിലേക്ക് പോകും. അപ്പൊ ഇവര് നമ്മളെ വളരെ നിരന്തരമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ബോധ്യപ്പെടുത്തി തന്നു. 3-4 വട്ടം എൻ്റെ വീട്ടിലേക്ക് അവർ വന്നു. നമ്മുടെ എന്ത് സംശയം വിളിച്ചു കഴിഞ്ഞാലും അവര് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പൊ അത് നമുക്ക് തോന്നുന്നത് എപ്പോഴും നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനത്തിൽ നിന്ന് വണ്ടി എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. മറ്റേ നമ്മളിപ്പോ കുറെ ദൂരെ പോയിട്ട് എടുക്കുന്ന സമയത്ത്, ഞാൻ എറണാകുളത്തൊക്കെ വലിയ കമ്പനികൾ പേര് പറയുന്നില്ല, അത് അവരെ കുറ്റം പറയല്ല, നമുക്കും പരിമിതി ഉണ്ടല്ലോ, നമ്മൾ ദൂരെയാണ്, ഒരു തവണ പോകുന്നത്. അതിനുശേഷം നമ്മൾ വിളിക്കുന്ന സമയത്ത് അവർക്ക് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി, അവര് കച്ചവടം മാത്രമാണ് അവർക്ക് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് അതല്ല, ഇവര് അതിന്റെ മറ്റു കാര്യങ്ങളും വേറെ വണ്ടികളും നമുക്ക് വീണ്ടും വന്ന് കാണാനും, സെക്കൻഡ് വണ്ടി ആകുമ്പോൾ അങ്ങനെയാണല്ലോ, അതിനൊക്കെ ഉള്ള സൗകര്യം നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ട്. അത് വലിയൊരു ഗുണമാണത്. സാറ് മൊത്തത്തിലൊരു ഓവർ എക്സ്പീരിയൻസും സാറ് സാറ്റിസ്ഫൈഡ് ആണോ? വളരെയധികം. ഞാൻ ഉദ്ദേശിച്ച വണ്ടി കിട്ടി. ആ വണ്ടി ഒരു എങ്ങനെ എത്രയും നന്നായിട്ട് അവർക്ക് നമുക്ക് ഡെലിവറി തരാം, ഏറ്റവും നല്ല പ്രൈസിന് തരാം. അതുപോലെ തന്നെ അതിന്റെ പോളിഷിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പുതിയ വണ്ടി ഇറക്കുന്ന പോലെയാണ് ഇപ്പോൾ ആ വണ്ടി ഇറക്കുന്നത്. ഓക്കെ സാർ, താങ്ക് യു.